എൻ്റെ മോള് അവൾ മനസ്സിൽ ചിന്തിച്ചു. അവൾ കസേരയിൽ ഇരിക്കുകയാണ്. കൈകൾ രണ്ടും രണ്ട് സൈഡിലായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. വായി മൂടി കെട്ടി വെച്ചിരിക്കുകയാണ്. അവൾക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്ന് ഒച്ച വയ്ക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഷീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇസു, എൻ്റെ മോള്. കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കും തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. പെറ്റ വയറിൻ്റെ വേദനയായിരുന്നു അവളിൽ. ഇച്ചായൻ. അവൾ കണ്ണുകൾ അടച്ചു തുറന്നു. കണ്ണുനീർ കവിളിൽ കൂടി താഴേക്ക് ഒഴുകിയിറങ്ങി. ചാർലിയുമായുള്ള നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അന്ന് രാവിലെ പള്ളിയിൽ പോകാൻ കുളിച്ച് ഈറനായ തലമുടി ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഷീതു. ഒരു ചുരിദാറാണ് വേഷം. പെട്ടെന്നാണ് ബാത്റൂം തുറന്ന് ചാർലി പുറത്തേക്ക് ഇറങ്ങി വന്നത്. ടവലെടുത്ത് മറു ടവൽ കൊണ്ട് മുടി തുടച്ചാണ് അവൻ റൂമിലേക്ക് ഇറങ്ങി വന്നത്. അവൾ മിററിന്റെ മുൻപിൽ നിന്ന് മുടി ഉണക്കുന്നത് കണ്ടതും അവൻ അവളുടെ പുറകിൽ കൂടി ചെന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. ഇച്ചായ. അവൾ പെട്ടെന്ന് തന്നെ ഡ്രയർ ഓഫാക്കി. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു. ഇച്ചായതേ, റൊമാൻസ് കാണിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് മാറി നിന്നേ. പള്ളി പോകാനുള്ളതാ. അവൾ അവനെ നോക്കി തലചരിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു. പള്ളി പോകുമ്പോൾ ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ ഷീതു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഷീതു. അവൻ വിളിച്ചതും അവളൊന്ന് മൂടി. ഷീതു. അവൻ വീണ്ടും വിളിച്ചു. എന്താ ഇച്ചായ, പറയ്. അതെ, ഇന്ന് സാരി ഉടുക്കാവോ? എത്ര നാളായി നിന്നെ സാരിയിലൊന്ന് കണ്ടിട്ട്? അവൻ കൊഞ്ചലോടെ അവളോട് ചോദിച്ചു. ബെസ്റ്റ്. അപ്പം നമ്മുടെ കല്യാണത്തിന് എന്തായിരുന്നു? ഞാൻ ചട്ടയും മുണ്ടാണോ ഇട്ടത്? അവൾ തിരികെ ചോദിച്ചു. അന്ന് എനിക്ക് ശരിക്കും നിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ പോലും കിട്ടിയില്ലല്ലോ. പ്ലീസ്, ഇച്ചായൻ്റെ ഒരു ആഗ്രഹമല്ലേ? സാധിച്ചത് ആ പെണ്ണെ. അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അടുത്ത ആഴ്ച കൊടുക്കാം. ഇന്നിനിപ്പോൾ സാരി ഉടുക്കാൻ നിന്നാൽ നമ്മൾ ഒരുപാട് താമസിക്കും. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്ലീസ്, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. അവൻ വീണ്ടും പറഞ്ഞതും അവൾ ചിരിച്ചു. ശരി. അവൾ ഇളിയിൽ കൈകുത്തി നിന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ സന്തോഷത്തോടെ അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചു. അവൾ അലമാരി തുറന്ന് അതിൽ നിന്നും ഒരു സാരി എടുത്തു. പിന്നെ അത് ഉടുക്കാനായിട്ട് തുടങ്ങി. അവനാണെങ്കിൽ അതൊക്കെ പ്ലീറ്റ് എടുത്ത് കുത്താൻ അവളെ സഹായിച്ചു. ഇനി ഇങ്ങനത്തെ ആഗ്രഹം വല്ലതും ഉണ്ടോ? സാരി ഉടുത്തു കഴിഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേ, ഇപ്പോഴാണ് എൻ്റെ പെണ്ണൊന്ന് സുന്ദരിയായത്. നിനക്ക് ഈ സാരി ഉടുക്കുന്ന എന്ത് ചേർച്ചയാണെന്നറിയോ? എപ്പോഴും ഒരു ചുരിദാർ. എനിക്ക് നിന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. അവൻ പറഞ്ഞതും അവൾ അവനെ കളിയാക്കുന്നത് പോലെ ഒന്ന് തലകുലുക്കി. നീ കൂടുതൽ തലയൊന്നും കുലുക്കണ്ട. പോകെ പോകെ ഞാൻ നിന്നെക്കൊണ്ട് മോഡേൺ ഡ്രസ്സ് ഇടിയിപ്പിക്കും. അവൻ ചിരിച്ചു. ഉവ്വ്, ഞാൻ ഇട്ടത് തന്നെ. അവളും തിരികെ പറഞ്ഞു. അവനുമായിട്ടുള്ള നിമിഷം ഓർമ്മയിൽ വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നാണ് ആരുടെയോ കാൽപെരുമാറ്റം കേട്ടത്. ആരോ തന്നെ പൂട്ടിയിട്ടിരിക്കുന്ന ആ മുറിയുടെ അടുത്തേക്ക് വരുന്നത് അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം അവർ പരസ്പരം സംസാരിക്കുന്നതും മറ്റും അവളുടെ കാതുകളിൽ കേൾക്കാമായിരുന്നു. തൻ്റെ മുൻപിലുണ്ടായിരുന്ന ഡോറ് പെട്ടെന്ന് തുറന്നു. ആ ഡോർ തുറന്നതും തൻ്റെ കണ്ണുകളിലേക്ക് പ്രകാശം അടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്നു. പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ മുൻപിൽ നിൽക്കുകയാണ് ആദത്തിൻ്റെ പപ്പയും റിൻസിയുടെ പപ്പയും. അവരെ രണ്ടുപേരെയും കണ്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. തൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മുഖമൊക്കെ വിയർത്ത് വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കസേരയിൽ നിന്നും അവൾ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ അതിനവൾക്ക് സാധിച്ചില്ല. വെറുതെ ശ്രമിച്ച് നോക്കണ്ട മോളെ, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. അവളെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ട് റിൻസിയുടെ പപ്പ പരിഹാസത്തോടെ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അവൾ തിരികെ അയാളോട് എന്തോ ദേഷ്യത്തോടെ ചോദിക്കുകയായിരുന്നു. ആ തുണി ഒന്ന് അയച്ചു കൊടുക്കടാ, അവൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുണ്ട്. അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അയാൾ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ വാ മൂടി കെട്ടിയിരുന്നത് അഴിച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞെവിടെ? കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവൾ ദേഷ്യത്തോടെ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കുഞ്ഞ് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മോളെ. അയാൾ പറയുന്നത് കേട്ടതും അവൾ വല്ലാതെയായി. പേടിയോടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇനി അടുത്തത് മോളാ പോകാൻ പോകുന്നത്. അതിനു മുമ്പ് മോളെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതിനാ അങ്കിളുമാർ രണ്ടുപേരും മോളുടെ അടുത്തേക്ക് വന്നത്. ആദത്തിൻ്റെ പപ്പയാണ് അവളെ നോക്കി മറുപടി പറഞ്ഞത്. ഞാനും എൻ്റെ മോളും നിങ്ങളെ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ നേട്ടം അതുകൊണ്ട്? അവൾ അയാളെ നോക്കി ചോദിച്ചു. അത് കൊച്ചു ചോദിച്ചത് ശരിയല്ലേടാ. ഇവൾ നമ്മളെ ശല്യം ചെയ്യാനൊന്നും വന്നില്ലല്ലോ. പിന്നെന്തിനാ ഇവളോട് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവൾ ചോദിക്കുന്നത് കേട്ടതും ആദത്തിൻ്റെ പപ്പ റിൻസിയുടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. അവളെ കളിയാക്കുന്നത് പോലെയാണ് അയാൾ ചോദിച്ചത്. മോള് ഞങ്ങളെ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല. എങ്കിലും മോളുടെ മോളും ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു ശല്യം തന്നെയാ. നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം എൻ്റെ മോൾക്ക് ഒരു സമാധാനവും കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നീ ജീവനോടെ ഇരിക്കും തോറും നിന്റെ മകള് ജീവനോടെയുള്ള കാലത്തോളവും ആദം എൻ്റെ മകളെ സ്നേഹിക്കില്ല. പകരം നിന്റെ മോളെയും തിരക്കി അവൻ നടക്കുന്നത്. അവനോട് ഞങ്ങൾ എത്ര പറഞ്ഞാലും അവൻ അനുസരിക്കുന്നില്ല. എൻ്റെ മകളെ അവന് വേണ്ട. പകരം നിന്നെയും അവൻ്റെ ചോരയിൽ പിറന്ന ആ സന്തതിയെ മതിയെന്ന അവൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ജീവനോടിരുന്ന എൻ്റെ മോൾക്കെങ്ങനെയാ സമാധാനം ഉണ്ടാകുന്നത്? അയാൾ അവളെ നോക്കി ചോദിച്ചതും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. തൻ്റെ മകൾ എവിടെയാണെന്ന് പോലും അറിയില്ല.
കുഞ്ഞ് എവിടെ എത്തിയെന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. എൻ്റെ കുഞ്ഞെവിടെ? അവൾ അലറി. മോളെ, ഞങ്ങൾ പറഞ്ഞത് മോൾക്ക് മനസ്സിലായില്ലേ? മോളുടെ മോൾ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. അതായത് നിന്റെ ആ പിഴച്ച സന്തതിയെ ഞങ്ങളങ്ങ് വിറ്റു. ആദത്തിൻ്റെ പപ്പയാണ് അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞത്. അത് കേട്ടതും അവൾ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോൾ എന്തിനാ കരയുന്നേ? അടുത്തത് മോക്കും പോകാം. മോളെ ഞങ്ങളങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. നാളെ മോളെ കൊണ്ടുപോകാനുള്ള ആളിവിടെ വരും. അപ്പോൾ മോളും അവരുടെ കൂടെ തന്നെ പൊയ്ക്കോ. അല്ലേടാ? അതും പറഞ്ഞ് റിൻസിയുടെ പപ്പ പരിഹാസത്തോടെ ചിരിക്കാൻ തുടങ്ങി. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലായില്ല. അവൾ എന്തോ അയാളോട് പറയാനായിട്ട് തുടങ്ങിയതും പെട്ടെന്ന് അയാൾ അവളുടെ അടുത്തുണ്ടായിരുന്ന ആളിനെ കണ്ണു കാണിച്ചു. പെട്ടെന്ന് അയാൾ അവളുടെ വാ തുണി കൊണ്ട് കെട്ടി. അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാനും മറ്റും കയ്യും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അവിടെ നിന്നും ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. മോൾ ഇങ്ങനെ കിടന്ന് വെപ്രാളം പെടണ്ട, ഒരു കാര്യവും ഇല്ല. നാളെ മോളും പോകും, ആരും കണ്ടുപിടിക്കാത്ത സ്ഥലത്തേക്ക്. അതും പറഞ്ഞ് അവർ രണ്ടുപേരും വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലായില്ല. തൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് തന്നെ അവൾ കരുതി. അവളുടെ ജീവൻ ഇല്ലാതാകുന്നതിലും അവൾക്ക് സങ്കടം തൻ്റെ മകളെപ്പറ്റി ഓർത്തിട്ടായിരുന്നു. അവൾ എവിടെയായിരിക്കും? എന്തെങ്കിലും കഴിച്ചോ? ആരുടെ ഒപ്പമായിരിക്കും? അവൾക്ക് എന്താ സംഭവിച്ചത് എന്നൊന്നും അറിയാതെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ചാർലിയുടെ കാർ നിലയില്ലാതെ എങ്ങോട്ടേക്ക് ഓടുകയാണ്. അവരെങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നും എവിടെ ചെന്ന് അന്വേഷിക്കണമെന്നൊന്നും മനസ്സിലായില്ല. ചാർലി ആകെ തളർന്നു പോയിരുന്നു. അവൻ്റെ മനസ്സിൽ കൂടി ഷീതുവും കുഞ്ഞും കടന്നുപോയി. ഇസുവിൻ്റെ സംസാരം, ചിരി, കൊഞ്ചൽ, അവളുടെ വാശി ഒക്കെ അവൻ ഓർക്കുമായിരുന്നു. അതിൻ്റെ ഒപ്പം തൻ്റെ പെണ്ണിൻ്റെ സാമീപ്യം, അവളുടെ പുഞ്ചി, സന്തോഷം, രാവിലെ സാരി ഉടുക്കാൻ സഹായിച്ചത് ഒക്കെ. ഇച്ഛായ സാരി ഉടുത്തു കഴിഞ്ഞതും താഴേക്ക് പോകാൻ നിന്ന് അവനെ നോക്കി അവൾ വിളിച്ചു. എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ തിരിഞ്ഞു നിന്നു. അവൾ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവൻ്റെ കവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു. പള്ളിയിലേക്കാണ് ഷീതു പോകുന്നത്? അവൾ ചോദിച്ച ചോദ്യം അവൻ അതുപോലെ തന്നെ തിരികെ അവളോട് ചോദിച്ചു. ഒരു കിസ് തരാൻ പാടില്ല എന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല ഇജായ. അവളുടെ മറുപടി കേട്ടതും അവൻ ചിരിച്ചു. അത് ഓർത്തതും കാറിലിരുന്ന് അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വന്നിരുന്നു. മരിയ ആകെ കരഞ്ഞു കലങ്ങിയിരുന്നു. അവൾക്ക് കയ്യും കാലും അനങ്ങുന്നില്ലായിരുന്നു. തനിക്ക് ആകെയുള്ളതൊരു മകളാണ്. അവളെ നല്ല രീതിക്ക് നല്ലത് ചൊല്ലി പഠിപ്പിച്ച് വളർത്താൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നവർക്ക് തോന്നി. ജീവിതം മാത്രം എന്താണ് ഇങ്ങനെയായി പോയതെന്ന് അവർ ചിന്തിച്ചു. താൻ 10 മാസം നൊന്ത് പ്രസവിച്ച തൻ്റെ ആദ്യത്തെ മകളെ ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും തനിക്കുണ്ടായില്ല. അവൾ എവിടെയാണെന്നോ ആരുടെ ഒപ്പമാണെന്നോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും തനിക്കറിയില്ല. അവരുടെ മാതൃഹൃദയം തുടിച്ചു. ആ സംഭവത്തിന് ശേഷം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ തനിക്ക് ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ജനിച്ച കുഞ്ഞ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ അതിനാരും ഉത്തരവൊന്നും പറഞ്ഞില്ല. ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞത് പ്രസവത്തോടെ എൻ്റെ മകളും മരിച്ചു എന്നാണ്. കുറേ മാസങ്ങൾ അവരൊക്കെ പറഞ്ഞത് താനും വിശ്വസിച്ചു. എന്നാൽ സത്യങ്ങൾ ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല എന്നതുപോലെ ഒരു നാൾ ഞാൻ സത്യം മനസ്സിലാക്കി. തൻ്റെ പപ്പയുടെ അനിയൻ്റെ മകൾ, അവളാണ് പിന്നീട് എന്നോട് സത്യം പറയുന്നത്. എനിക്ക് ജനിച്ച മകൾ ജനനത്തോടെ മരിച്ചു പോയിട്ടില്ല എന്നുള്ള സത്യം. എന്നാൽ താൻ ആ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും തൻ്റെ വിവാഹവും കഴിഞ്ഞിരുന്നു. പ്രസവം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് തൻ്റെ വിവാഹം നടക്കുന്നത്. ഒരുപാട് തവണ എതിർത്തി നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. അയാൾക്ക് തന്നെ മാത്രം മതിയെന്നുള്ള വാശിയായിരുന്നു. ഒടുവിൽ തനിക്കും അതിന് സമ്മതിക്കേണ്ടി വന്നു. വിവാഹത്തിന് ശേഷമാണ് തൻ്റെ മകൾ ജനനത്തോടെ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീട് ആ കുഞ്ഞിനെ തിരക്കി പോകാനോ അന്വേഷിക്കാനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല. ആ മുറിവ് ഉണങ്ങാതെ തൻ്റെ മനസ്സിൽ കിടന്നു. തൻ്റെ ഒക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അയാൾ തന്നെ വിവാഹം കഴിച്ചത്. പിന്നീട് സോണി തൻ്റെ വയറ്റിലുണ്ടായി എന്നറിഞ്ഞ ആ നിമിഷം തൻ്റെ ആദ്യത്തെ മകളെപ്പറ്റി ചിന്തിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിലൊക്കെ യാദൃശികമായി പോവുകയായിരുന്നു പഴയ ഓരോ സംഭവങ്ങളും. പിന്നീട് താനൊരു അമ്മയാകാൻ തയ്യാറെടുക്കുകയായിരുന്നു. വീണ്ടും ആ കാലം ആസ്വദിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയതൊക്കെ മറന്നു. പുതിയൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് തൻ്റെ ശരീരവും മനസ്സും ഒരുക്കി. സോണിയെ പ്രസവിച്ചു. അവളെ വളർത്തി വലുതാക്കി. എന്നാൽ ഒരു +1 +2 ഒക്കെ ആയപ്പോൾ അവളുടെ സ്വഭാവം ചെറുതായിട്ട് മാറാൻ തുടങ്ങി. മറുത്തു പറയുകയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാശിയോടെ നേടിയെടുക്കുകയും ചെയ്തു അവൾ. കുഞ്ഞുനാളിൽ ചെറിയൊരു വാശിയുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ ഒരു അപ്പനും അമ്മയും എന്നുള്ള നിലയ്ക്ക് താനും അയാളും അവൾക്ക് സാധിച്ചു കൊടുത്തിരുന്നു. അവൾ വളർന്നു വലുതാകും തോറും അവളുടെ വാശിയും കൂടിക്കൊണ്ടിരുന്നു. വാശിയുടെ കഠിനതയും കൂടി. പിന്നീട് അങ്ങോട്ട് അവളുടെ സ്വഭാവം തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. എന്നാൽ അവളുടെ വാശിക്കും എല്ലാ കാര്യത്തിനും കൂടെ നിന്നത് അവളുടെ അപ്പനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് തന്നോടൊരു ഡിസ്റ്റൻസും അപ്പനോട് അമിതമായിട്ടുള്ള സ്നേഹവും തോന്നിത്തുടങ്ങി. അതാണ് ഇന്ന് ഇവിടെ വരെ കൊണ്ടെത്തിച്ചതെന്ന് അവർ ഓർത്തു. ഓരോന്നും ഓർത്തുകൊണ്ട് അവർ ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവരുടെ ഭർത്താവ് അകത്തേക്ക് കയറി വന്നത്. എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ഇന്ന് അടുക്കളയിൽ കയറിയ ലക്ഷണമൊന്നും ഇല്ലല്ലോ, അയാൾ അവരെ നോക്കി ചോദിച്ചു. അത് കേട്ടതും അവർ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ശീതളിനെ കാണാനില്ല എന്നതിൻ്റെ പിറകിൽ അയാൾക്കും പങ്കുണ്ടോ എന്ന് അവർക്ക് തോന്നിയിരുന്നു. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവരുടെ നോട്ടം കണ്ടതും അയാൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ നിങ്ങളെ എങ്ങനെ നോക്കണം? നിങ്ങളാണല്ലോ അവളെ ഇങ്ങനെ നശിപ്പിക്കുന്നത്. എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് നിങ്ങളല്ലേ? അവർ വീണ്ടും അയാളെ നോക്കി പറഞ്ഞു. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കും കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയാൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. പറയാം, ഞാൻ നിങ്ങളോട് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പറയാം. പുലിക്കളത്തിലെ പിള്ളേരിവിടെ വന്നിരുന്നു. നിങ്ങളുടെ മകളെ തിരക്കിയാണ് വന്നത്. അതും പറഞ്ഞ് അവർ നടന്ന സംഭവങ്ങളൊക്കെ അയാളോട് പറഞ്ഞു.
എന്നിട്ട് അവൾക്കറിയോ? അയാൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. നിങ്ങളെന്താ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണോ? അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ആ സ്ഥിതിക്ക് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെന്തിനാ നിങ്ങളുടെ ഈ അഭിനയം? അവർ ദേഷ്യത്തോടെ അയാളോട് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾ അവരെ നോക്കി പറഞ്ഞു. കള്ളം പറയേണ്ട നിങ്ങൾ. എനിക്കറിയാം നിങ്ങൾക്കറിയാമെന്ന്. നിങ്ങളും കൂടി ചേർന്ന് അതൊക്കെ ചെയ്തത്. എന്തിനാ മാതാവ് എനിക്ക് ഇങ്ങനൊരു ജീവിതം? സന്തോഷം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. നൊന്ത് പ്രസവിച്ച് എൻ്റെ കുഞ്ഞിനെ പോലും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അത് കഴിഞ്ഞ് കിട്ടിയ ജീവിതമോ, ആ ജീവിതത്തിൽ പോലും എനിക്കൊന്നും സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. മരിയ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാൾ അവരെ നോക്കി പറഞ്ഞു. എന്നാൽ അതിനവർ അയാളെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ചാർലി, നമ്മൾ ഇങ്ങനെ എവിടെയാണെന്ന് പോലും അറിയാതെ പോകുന്നത് സമയം പോവല്ലേ? നമുക്കൊന്നുകൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താലോ? ക്രിസ്റ്റി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. അവർ പരാതി കൊടുക്കാൻ പോയപ്പോൾ ആ പോലീസുകാരൻ്റെ സമീപനം എങ്ങനെയാണെന്ന് നീയും കേട്ടതല്ലേ? ആ സ്ഥിതിക്ക് നമ്മൾ ചെന്നാലും അവരൊന്നും തന്നെ തീരുമാനമെടുക്കാൻ പോകുന്നില്ല. നമ്മൾ തന്നെ അന്വേഷിച്ച് അവരെ കണ്ടെത്തുന്നതാണ് നല്ലത്. അവൻ തിരികെ പറഞ്ഞു. എൻ്റെ ശീതവും കുഞ്ഞും ജീവനോടെ കാണുമായിരിക്കും അല്ലേടാ? അത് ചോദിക്കുമ്പോൾ ചാർലിയുടെ കണ്ണുകൾ നിറഞ്ഞു. എടാ, നീ ഇങ്ങനെ തളർന്നു പോയാലോ? ധൈര്യമായിട്ടിരിക്കുക. അവർക്കൊന്നും തന്നെ സംഭവിക്കില്ല. മാതാവ് അവരെ കാത്തോളും. ക്രിസ്റ്റി അവനെ സമാധാനപ്പെടുത്തി. സമയം ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു. അവളെയും കുഞ്ഞിനെയും പറ്റിയും യാതൊരുവിധ കാര്യങ്ങൾക്കും അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ദേവനും അയാളുടെ ഭാഗത്തു നിന്നും അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആർക്കും തന്നെ അവരെ രണ്ടുപേരെയും കണ്ടെത്താൻ സാധിച്ചില്ല. രാത്രിയാകും തോറും ചാർലിയുടെ ഹൃദയമിടിപ്പ് കൂടി. ഒടുവിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതുവരെയും അവരെപ്പറ്റി ഒരു തുമ്പ് പോലും ലഭിച്ചില്ല എന്നോർത്തതും സകലതും നഷ്ടപ്പെട്ടതുപോലെ അവൻ കാറിലിരുന്നു. ആദ്യം മാക്സിമം റിൻസിയെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ പറയുന്നത് തന്നെ വീണ്ടും ആവർത്തിച്ചു. അവളുടെ സംസാരത്തിൽ നിന്നും അവളുടെ പപ്പ എവിടേക്കാണ് അവരെ മാറ്റിയെന്ന് അവൾക്കറിയില്ല എന്ന് അവന് മനസ്സിലായി. മനഃപൂർവ്വമാണ് അയാൾ തൻ്റെ മകളോട് അത് പറയാഞ്ഞതെന്നും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടത് അവളത് ആരോടെങ്കിലും പറഞ്ഞാൽ അവരെ അന്വേഷിച്ച് എല്ലാവരും എത്തുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാമെന്നും അവന് മനസ്സിലായി. ആ രാത്രി അങ്ങനെ തന്നെ കടന്നുപോയി. ചാർലിയും ക്രിസ്റ്റിയും വീട്ടിലേക്ക് തിരികെ വന്നില്ല. അവർ ഇപ്പോഴും അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അങ്ങനെ അന്വേഷിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ അന്വേഷിച്ചു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും അവർക്ക് ലഭിച്ചിരുന്നില്ല. അതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി. പോലീസിനെയൊക്കെ നേരത്തെ കൈമടക്ക് കൊടുത്തതിൻ്റെ പപ്പ ഒതുക്കി നിർത്തിയതാണെന്ന്. പിറ്റേന്ന് രാവിലെ ചാർലിയുടെയും ക്രിസ്റ്റിയുടെയും കാർ ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ക്രിസ്റ്റി സ്റ്റിയറിംഗിലേക്ക് തലവെച്ച് കണ്ണടച്ച് കിടക്കുന്നുണ്ട്. ചാർലി സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുകയാണ്. തലേന്ന് രാത്രി മുഴുവൻ അവർ രണ്ടുപേരും അവരെ പറ്റിയുള്ള അന്വേഷണമായിരുന്നു. ഇനിയും റെസ്റ്റ് എടുക്കാതെ അന്വേഷണം ആരംഭിച്ചാൽ തങ്ങളെ കൊണ്ടത് പറ്റില്ല എന്ന് അവർക്ക് തോന്നി. ക്രിസ്റ്റിക്കാണെങ്കിൽ നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇനിയും റെസ്റ്റ് എടുക്കാതെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ കാർ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമെന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി അവർ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയത്. പെട്ടെന്നാണ് ചാർലിയുടെ ഫോൺ റിങ് ചെയ്തത്. ആരാണെന്നുള്ള സംശയത്തോടെ അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. പിന്നെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയതും മഠത്തിൽ നിന്നും മദറാണെന്ന് അവന് മനസ്സിലായി. ആണല്ലോ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് അവൻ ഓർത്തു. പിന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. മദറാണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ മദർ. കൈകൊണ്ടൊന്നും മുഖം തുടച്ചതിന് ശേഷം അവൻ അവരെ നോക്കി വിളിച്ചു. ചാർലി വീട്ടിലാണോ? അവർ അവനോട് ചോദിച്ചു. അല്ല മദർ, ഞാൻ പുറത്താ, അവൻ തിരികെ പറഞ്ഞു. 10 മണിയൊക്കെ ആകുമ്പോൾ റിസൾട്ട് വരും ചാർലി. അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പോസിറ്റീവാണെന്ന് ഒരു തോന്നൽ. അവർ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു. അവൻ അതിനൊന്നും മൂളി. ചാർലി, തനിക്കെന്താടോ ഒരു സന്തോഷമില്ലാത്തെ? എന്താ ഒരു വല്ലാതെ? അവൻ്റെ ശബ്ദം മാറിയത് കണ്ട് അവർ ചോദിച്ചു. അത് മദർ, പിന്നെ ഷീതു, അവളെയും കുഞ്ഞിനെ ഇന്നലെ മുതൽ കാണാനില്ല. അവൻ പറയുന്നത് കേട്ടതും അവർ ഞെട്ടിപ്പോയി. എന്താ ചാർലി, താൻ എന്തൊക്കെയായി പറയുന്നേ? മദർ സംശയത്തോട് ചോദിച്ചു. അവനുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലേ? അവർ വീണ്ടും ചോദിച്ചു. ഉവ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് അന്വേഷിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവർ പെരുമാറുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്ന് വല്ല സൂചനയും കിട്ടിയോ? അവർ സംശയത്തോട് ചോദിച്ചു. റിൻസിയുടെ പപ്പയൊക്കെയാണ്, പക്ഷെ അവരെ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയില്ല. അവൻ വിഷമത്തോടെ അവരോട് മറുപടി പറഞ്ഞു. ചാർലി, താൻ വിഷമിക്കാതിരിക്കുക, ഞാൻ തന്നെ വിളിക്കാം. അതും പറഞ്ഞ് മദർ ഫോൺ വെച്ചിരുന്നു. ദേവന് രാവിലെ ഒരു സമാധാനവും കിട്ടിയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇന്നാണ് DNA റിസൾട്ട് വരുന്നതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. 2 ഷീതുവിൻ്റെ മിസ്സിങ് അയാളെ നന്നായിട്ട് തളർത്തി. തൻ്റെ മകളാണോ എന്ന് പോലും അറിയില്ല. എന്നാലും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ ഒരു ആവലാതി പോലെ. രാവിലെ തന്നെ ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒരു പയ്യനെയും കൂട്ടി അവളെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ദേവൻ. സാറിന് എന്താ ആ കുട്ടിയോട് മാത്രം ഇത്ര സിമ്പതി തോന്നാൻ കാരണം? ആ പയ്യൻ ഡ്രൈവിങ്ങിനിടയിൽ സംശയത്തോടെ അയാളോട് ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ജനിക്കാതെ പോയൊരു മകളെപ്പോലെയാണ് എനിക്കവള്. അയാൾ ചെറു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികളെ ഒന്ന് കണ്ടെത്തിയാൽ മതിയായിരുന്നു. അയാൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും പെട്ടെന്ന് എന്തോ ഒന്ന് അവരുടെ കാറിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടിയതും ഒന്നിച്ചായിരുന്നു. അവൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കാറ് നിർത്തി. ഇതിനൊക്കെ എടുത്തു ചാടാൻ ഈ കാർ മാത്രമേ കിട്ടിയോളോ? അവൻ മുന്നിലേക്ക് നോക്കി പറഞ്ഞതും കുനിഞ്ഞിരുന്നിരുന്ന അവളുടെ മുഖം ഉയർന്നു. ശീതൾ മോള്,
അവളുടെ മുഖം കണ്ടതും ദേവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. മുടിയൊക്കെ അഴിഞ്ഞ അവശയായി അവൾ ഇപ്പോൾ വീഴുമെന്നുള്ള നിലയ്ക്കായിരുന്നു. അവളെ കണ്ടതും ഡ്രൈവർ സീറ്റിൽ നിന്ന് ആ പയ്യനും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ദേവനും ഇറങ്ങി. മോളെ, ദേവൻ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ അയാളുടെ കൈകളിലേക്ക് തളർന്നു വീണിരുന്നു. മയക്കത്തിലായിരുന്ന ചാർലി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്താടാ? ക്രിസ്റ്റി സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല, എന്തൊക്കെയോ സ്വപ്നങ്ങൾ. നമ്മൾ എത്തിയോ? ചാർലി അവനോട് ചോദിച്ചതും ക്രിസ്റ്റി തലയാട്ടി. രഞ്ജിത്ത് IPS എന്ന് എഴുതിയിരിക്കുന്ന ഒരു വലിയ വീടിൻ്റെ ഗേറ്റ് കടന്ന് അവർ അകത്തേക്ക് കയറി. മദർ വിളിച്ച് പറഞ്ഞതാണ് രഞ്ജിത്തിനെ ചെന്ന് കാണണമെന്ന്. അവർ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയാണ് രഞ്ജിത്ത്. അയാൾക്ക് അവരെ സഹായിക്കാൻ കഴിയുമെന്ന് മദറിന് ഉറപ്പായിരുന്നു. അവർ അകത്തേക്ക് ചെന്നതും ചാർലിയുടെ ഫോൺ റിങ് ചെയ്തു. മദറാണ്. അവൻ കയ്യിൽ കിട്ടിയിരുന്ന വാച്ചിലേക്ക് നോക്കി. 10:30 കഴിഞ്ഞിരുന്നു. റിസൾട്ട് വന്നു എന്ന് അവന് മനസ്സിലായി. മദർ എടുത്ത പാടെ അവൻ അവരെ വിളിച്ചു. ചാർലി, റിസൾട്ട് വന്നു. പോസിറ്റീവാ. നാഗമഠത്തിലെ ദേവന്റെ മകളാണ് ശീതള്. അവൾക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ അവളുടെ അച്ഛനുണ്ട് ചാർലി. മദർ സന്തോഷത്തോടെ പറഞ്ഞതും ചാർലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.